വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. ബാക്കി വീഡിയോസൊക്കെ പിന്നെ നമ്മളിന്ന് ഫാമിലി ആയിട്ട് ഒന്ന് ഊട്ടി വരെ പോവുക. എത്രയൊക്കെ നേരത്തെ റെഡിയാവണം പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാലും സമയത്തോടടുക്കുമ്പോൾ മാത്രമേ എല്ലാം ചെയ്യുള്ളൂ. 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച നമ്മളാ 11 മണിക്ക് അവസാനം ഇറങ്ങിയത്. പാത്തൂന് ടാറ്റയും പറഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ചു. ടാങ്കൊക്കെ ഫില്ല് ചെയ്ത് നേരെ അളിയനെയും അനിയത്തിയും പിക്ക് ചെയ്തിട്ട് വണ്ടി കയറിയപ്പോഴത്തേക്ക് 11:30. ഇവിടുന്ന് 12 മണിക്കൂറുണ്ട് ഊട്ടി പോവാൻ. ഇപ്പം തിരിച്ചാൽ രാവിലെ 11:30ക്ക് അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഊട്ടി മാറ്റി മൂന്നാറിലോട്ട് വിട്ടു. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും അടിമാലി എത്തി. അടിമാലി തൊട്ട് പിന്നെ അങ്ങോട്ട് മഴ തന്നെയാണ്. പിന്നെ പോയി ഒന്ന് ഫ്രഷായി നേരെ മുകളിലോട്ട് വിട്ടു. നമ്മളിപ്പോൾ മൂന്നാർ റീച്ച് ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഗ്യാപ്പ് റോഡിലോട്ടാണ് വിട്ടത്. ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് മഴ മാത്രമേ ഉള്ളൂ, പിന്നെ ഒടുക്കത്തെ തണുപ്പുമായിരുന്നു. നമ്മൾ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയായിരുന്നു. നമ്മൾ ആ ഷോപ്പിൻ്റെ അടുത്തുള്ള വ്യൂ ആണിത്. ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ ഇതൊക്കെ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. വ്യൂ ഒക്കെ നോക്കി നിൽക്കുമ്പോഴേക്കും എനിക്കുള്ള മാഗിയുമായിട്ട് അനിയത്തി വന്നു. പൊതുവെ എനിക്ക് മാഗിയോട് വലിയ താല്പര്യമില്ല, പക്ഷെ അവിടുത്തെ മാഗിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഫുഡും കഴിച്ചിട്ട് നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ട് വിട്ടു. അവിടെ നിന്ന് നേരെ വട്ടവടയിലോട്ട്. ഇതാണ് വട്ടവട ചെക്ക് പോസ്റ്റ്. ഇതിനു മുന്നേ ഞാനും അനിയനും വന്നിട്ടുണ്ട്, പക്ഷേ ഉമ്മയും അനിയത്തിയും അളിയനൊന്നും വന്നിട്ടില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഈ ഒരു സ്പോട്ട് എത്തുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഈ പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോഴത്തേക്ക് എനിക്ക് നാർണിയ മൂവിയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ ഓരോരുത്തരും ഓരോ റേറ്റാണ് പറയുന്നത്. അവസാനം ഈ ഒരു ചേട്ടനെ കണ്ടു, അത്യാവശ്യം ഓക്കെയാന്നുള്ള റേറ്റിൽ ഫിക്സ് ചെയ്ത് പിന്നെ ഇതിൽ തന്നെ പോകാമെന്ന് കരുതി. ആദ്യം നമ്മൾ കാറിൽ പോകാമെന്നാണ് കരുതിയത്. കുറച്ചൊന്ന് താഴോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് കാർ അങ്ങോട്ട് ഇറങ്ങില്ല, അടി തട്ടും. അതുകൊണ്ട് പിന്നെ കാറിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഈ ജീപ്പിലാണ് നമ്മൾ കയറിപ്പോയത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ഓരോ സ്റ്റോറീസ് ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഈ കാണുന്നത് വട്ടവട വില്ലേജിൻ്റെ ടോപ്പ് വ്യൂ ആണ്. തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു മാങ്ങയും കുറച്ച് പാഷൻ ഫ്രൂട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്നവർ ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ആ ചേട്ടൻ തന്നെ നമുക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ മാങ്ങയോടൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നെ അതും കഴിച്ച് അവിടെ നിന്ന് തിരിച്ചു. നമ്മളിപ്പോൾ താഴെ ഒരു ടൈഗർ കേവും ഉണ്ട്, പിന്നെ ഒരു ചെറിയ വാട്ടർഫാളും ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു സ്ട്രീം. കുറച്ചധികം അകത്തോട്ട് നടക്കാനുണ്ട്. അതൊക്കെ പോണേ. യാത്ര പോയിട്ട് ഞങ്ങൾ കണ്ടു. രണ്ടാം നാം യാത്ര പോയപ്പോൾ അങ്ങനെ നടന്ന് ടൈഗർ കേവിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ടൈഗർ കേവ്. ഇരുട്ടാണ്. എവിടെ? ലെഫ്റ്റ്.
വഴിയുണ്ടായി ഇങ്ങോട്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും, പേരിന് മാത്രമേ കേവായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിൽസും ഫുള്ള് കച്ചറായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ മുകളിലോട്ട് കയറും. ഇതിങ്ങനെ കയറൂടി, ഇത് പിടിച്ച കൈയെല്ലാം ബാഗ് ഇട്ട് കയറിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൈതാടോ. അയ്യോ അപ്പ് ഇവിടെ ചവിട്ട്, ഇവിടെ മുകളിൽ ഇവിടെ 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 പതുക്കെ ഇവിടെ തന്നെ പിടിച്ചു കയറണം. കൈതാ പതുക്കെ തല 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 സേഫ്ലി ലാൻഡ്. ഓ ഒരു പേര് അപ്പൊ ഇത് വളരെ നല്ലൊരു ഇതായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അകത്ത് കയറി കുറെ ഒരവ്, കയ്യിലൊക്കെ ഫുള്ള് ചെളി. കേവിന്ന് പുറത്തിറങ്ങി ഇപ്പം ഈ വന്ന് അത്രയും ദൂരം തിരിച്ച് നടക്കാനും ഉണ്ട്. പോയപ്പോൾ ഇല്ലാത്ത കാൽപ്പാട് തിരിച്ച് വന്നപ്പോൾ കണ്ടായിരുന്നു. എന്തിന്റെ കാൽപ്പാടാന്ന് അറിയില്ല. ഇതും കൂടി കണ്ടതോടുകൂടി പിന്നെ ഉമ്മ കൊട്ടു സമാധാനമില്ല, ഇവിടെ നിന്ന് വേഗം പോകണം. പുരിയെന്ന് പറഞ്ഞിട്ട് ഒരാളെ പേടിച്ചോടി പോകുന്നു, എൻ്റെ ഉമ്മായി എൻ്റെ അനിയത്തി. പിന്നെ വാഷ്റൂമിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഫോഗ് ഇറങ്ങുന്നത് കണ്ടോ? ഇതാണ് അവിടുത്തെ മെയിൻ വ്യൂ സ്പോട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഫോഗ് അടിച്ച് കിടക്കുന്നതുകൊണ്ട് താഴോട്ടുള്ളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പം പിന്നെ ഒട്ടും ഫോഗില്ല. അവിടെ നിന്ന് നേരെ ഷൈജോൺ സ്ട്രോബെറി ഫാമിലോട്ട് വന്നു. ഈ പരിസരത്ത് തന്നെ ഒരുപാട് സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് പോയി വിസിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പോയപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് സ്ട്രോബെറീസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ സ്ട്രോബെറി. അവിടെ നിന്ന് സ്ട്രോബെറിയും ജാമും പിന്നെ സ്ട്രോബെറി വൈനൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു. പിന്നെ പോയത് സിൽവർ വാട്ടർഫാൾസിലോട്ടാണ്. ഇതും കുറച്ച് അകത്തോട്ട് പോകണം. പിന്നെ ഉമ്മ കൂടെ വന്നില്ല, ഉമ്മ അവിടെ മുകളിലിരുന്നു. നമ്മൾ 3 പേരായിട്ട് പോയിട്ട് വന്നു. ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴല്ലേ മനസ്സിലായത് അങ്ങോട്ട് പോയത് വെറുതെയാണ്, അവിടെ വെള്ളം കുറവായിരുന്നു. കുറച്ച് ദൂരം നടന്നതിൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാ സ്ഥലവും കണ്ടു കഴിഞ്ഞ് എവിടെയാണോ നമ്മളെ പിക്ക് ചെയ്തത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. ഇതാണ് നമ്മളെ കൊണ്ടുപോയ ചേട്ടൻ. ഇത്രയും ദൂരം നടന്ന് ഒടുക്കത്തെ വിശപ്പായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി നല്ലൊരു ബിരിയാണി കഴിച്ചു. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. റോഡൊന്നും അത്ര വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. നല്ല രീതിക്ക് ഫോഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബായ് മൂന്നാർ. ഇനി നേരെ കൊടൈക്കനാൽ. താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നൊങ്കും വാങ്ങിയ സ്ട്രോബെറിയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ കൊടൈക്കനാലെത്തി. സ്ഥലത്തിൻ്റെ പേര് കണ്ടോ? മൂഞ്ചിക്കൽ. അതുപോലെ തന്നെ ഒരു പണിയും കിട്ടി. അവിടെ ജംഗ്ഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്, ഹാജി അലി റെസ്റ്റോറൻറ്റ്, അങ്ങനെ എന്തോ ആയിരുന്നു പേര്. കഴിച്ച ഫുഡ് അല്ലാണ്ട് കഴിക്കാത്തതിൻ്റെ വരെ എക്സ്ട്രാ ബില്ലും കൂടി ചേർത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫുഡായാലും ശരി, സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആയാലും ശരി, ഒന്നും ശരിയല്ല. സർവീസ് വരെ ഭയങ്കര മോശമായിരുന്നു. കൊടൈക്കനാലൊക്കെ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സൂക്ഷിക്കണം. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തോട്ടാണ് പോയത്. മലബാർ കോട്ടേജ് എന്നാണ് പേര്. നല്ല റൂംസ് ആയിരുന്നു. ഫാമിലിയായിട്ടൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഒരു 7-8 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റും. ബാത്റൂം ആയാലും ശരി, റൂമായാലും ശരി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. റൂമിൻ്റെ മോർണിംഗ് വ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ താഴെ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.